Dear students, in the last class we studied about congruences. The definition of congruences as follows. If two integers a and b are said to be congruent modulo n, that is a congruent to b mod n, if a minus b is a multiple of n, that is a minus b equal to some constant k into some integer k into n. In other words, when we divide a minus b by n, the remainder will be 0. And we have some properties of congruence. A congruent to a mod m, this is a reflexivity property. If a congruent to b mod m, then b is congruent to a mod m, symmetric property. And if a congruent to b mod m, b congruent to c mod m, then a congruent to c mod m, which is the transitivity property. These properties are all proved in the last video. And we also proved that if a congruent to b mod m, if and only if relation is here, a congruent to b mod m, if and only if a and b leave the same remainder when divided by m. ഇതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. പിന്നീട് ആ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഡെഫിനിഷൻ ഫോർ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ എം ആയിരുന്നു. ഒരു ഫൈനൽ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. -12, 9, 6, 23. ഈ സെറ്റ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 4 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ കാണുന്ന ഇൻറ്റീജേഴ്സിൻ്റെ കോൺഗ്രുവൻസ് റിലേഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. -12 when divided by 4 remainder is 0. When 9 is divided by 1 9 is divided by 4 the remainder is 1. When 6 is remainder by 4 remainder is 2. And when 23 is divided by 4 remainder is 3. ഇവിടെ ലഭിച്ചിരിക്കുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 എന്നിവയാണ്. സാധാരണഗതിയിൽ ഡിവിഷൻ അൽഗോരിതം പ്രകാരം ഒരു ഇൻറ്റീജറിനെ n എന്ന ഒരു ഇൻറ്റീജറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ റിമൈൻഡേഴ്സ് ആയിട്ട് വരുന്നത് 0, 1, 2, 3 എന്നീ ഇൻറ്റീജേഴ്സ് ആണ്. എക്സാക്ട്ലി ഈ 4 ഇൻറ്റീജേഴ്സ് ആണ് ഇവിടെയുള്ള ഈ 4 ഇൻറ്റീജേഴ്സിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് ലഭിച്ചത്. അതുകൊണ്ട് ഈ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ നമ്മൾ സെറ്റ് ഓഫ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 4 ആണ് എന്ന് പറയുന്നു. In the last video, you already studied about some properties of congruence also. If A congruent to B mod m and C congruent to D mod m, then A plus C is congruent to B plus D mod m and A into C is congruent to B into D mod m. We have already proved the result. Today, we will do some problems involving congruence relations. First problem is here. Find the remainder when 1 factorial plus 2 factorial plus etc plus 100 factorial is divided by 15. Factorial എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് n factorial എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into etc into n എന്ന ഇൻറ്റീജർ ആണ്. ഇവിടെ 1 factorial means 1, then 2 factorial is 1 into 2 etc. 5 factorial is 1 into 2 into 3 into 4 into 5. So 5 factorial എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 into 2 into 3 into 4 into 5 ആണ്. ഈ 5 ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. കാരണം ഇവിടെ 3 into 5 15 എന്നത് 5 ഫാക്ടോറിയലിൻ്റെ ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് 5 ഫാക്ടോറിയലിനെ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണ്. ഇനി നിങ്ങൾ 6 ഫാക്ടോറിയലോ 7 ഫാക്ടോറിയലോ ഏത് എഴുതിയാലും 5 ഫാക്ടോറിയലിനോട് കൂടി ഇൻറ്റു 6 ചെയ്യുമ്പോഴാണ് 6 ഫാക്ടോറിയൽ ലഭിക്കുന്നത്. 5 ഫാക്ടോറിയലിനോട് കൂടി ഇൻറ്റു 6 ഇൻറ്റു 7 ചെയ്യുമ്പോഴാണ് 7 ഫാക്ടോറിയൽ ലഭിക്കുന്നത്. ഇത്തരത്തിൽ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ഏതൊരു k ഫാക്ടോറിയൽ നിങ്ങൾ എടുത്താലും 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. കാരണം k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് മീൻസ് ദാറ്റ് k ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ എക്സെട്ര അവയാണ് നമ്മൾ പറയുന്നത്. അതിലെല്ലാം തന്നെ 15 എന്നത് ഒരു കോമൺ ഫാക്ടർ ആയിട്ട് ഉണ്ടാവും. കാരണം 3ഉം 5ഉം ഈ കാണുന്ന k ഫാക്ടോറിയലിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും. സോ വെൻ ഡിവൈഡ് ബൈ 15 റിമൈൻഡർ വിൽ ബി 0. അതുകൊണ്ട് നമ്മൾ ഈ സമ്മ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് ഇതിന് ശേഷം 5 ഫാക്ടോറിയൽ തൊട്ടുള്ള ഏതൊരു നമ്പറിനെയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. സോ ഇറ്റ് ഈസ് കോൺട്രുവൻറ്റ് ടു ദിസ് സം ഇസ് കോൺട്രുവൻറ്റ് ടു 1 plus 2 plus 6 plus 24 mod 15. ബാക്കിയുള്ള ഇൻറ്റീജേഴ്സ് എല്ലാം തന്നെ ഡിവൈഡഡ് ബൈ 15 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 കിട്ടുന്നതുകൊണ്ട് കോൺഗ്രുവൻസ് റിലേഷനിൽ നമ്മൾ ആ പൊസിഷനിലുള്ള ഇൻറ്റീജേഴ്സ് എല്ലാം തന്നെ 0 ആയിട്ട് എഴുതി.
ഇനി നമുക്ക് ബാക്കിയുള്ളത് 1 + 2 + 3 ഫാക്ടോറിയൽ 6 ആണ്, 4 ഫാക്ടോറിയൽ 24 ആണ്. സമ്മ് കണ്ടു കഴിഞ്ഞാൽ എഗെയിൻ നമ്മളിവിടെ സമ്മ് കാണുന്ന സമയത്ത് 6 + 24 എന്നത് 30 ആണ്. 30 എന്ന് പറയുന്നത് എഗെയിൻ 15ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 30 ഈസ് കോൺട്രുവൻറ്റ് ടു 0 mod 15. സോ നമ്മൾ ചുരുക്കി എഴുതിയാൽ 1 + 2 മാത്രമേ കോൺട്രുവൻസ് റിലേഷനിൽ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ദ സം ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് കോൺട്രുവൻറ്റ് ടു 1 + 2 mod 15. And 1 + 2 is 3, so it's congruent to 3 mod 15. അവസാനമായി നമുക്കിവിടെ ലഭിക്കുന്ന നമ്പർ ഈ മോഡ് n ഉള്ള ഈ n എന്ന ഇൻറ്റിജറിനേക്കാൾ ചെറിയ ഇൻറ്റിജർ ആയിരിക്കും ഇവിടെ ലഭിക്കുന്നത്. കാരണം ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ് നമുക്ക് വേണ്ടത്. റിമൈൻഡർ എല്ലായ്പ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനേക്കാൾ ചെറുതായിരിക്കണം ഡിവിഷൻ അൽഗോരിതം പ്രകാരം. സോ ഇവിടെ ലഭിച്ച നമ്പർ 15നേക്കാൾ വലിയ നമ്പറാണ് ലഭിച്ചതെങ്കിൽ ആ ലഭിച്ച നമ്പറിനെ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ലഭിക്കുന്ന റിമൈൻഡർ ആണ് ഇവിടെ എഴുതേണ്ടത്. So when the sum is divided by 15, the remainder will be 3. That is what we asked to find. Next problem, find the positive integers n for which k equal to 1 to n k factorial is a square. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു ഇൻറ്റിജറിനെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാം. ഏതൊരു സ്ക്വയറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാം. ഒന്നുകിൽ 0, 1, 4, 5, 6 അല്ലെങ്കിൽ 9. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഏതൊരു ഇൻറ്റിജറിനെയും സ്ക്വയർ ആയിട്ട് വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. 0 ആണ് ഒരു ഇൻറ്റിജറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 0 ആണ് വരുന്നതെങ്കിൽ ആ ഇൻറ്റിജറിനെ സ്ക്വയർ ചെയ്താൽ ലാസ്റ്റ് 0 തന്നെയായിരിക്കും. 1 സ്ക്വയർ ആണെങ്കിൽ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചില്ലേ. ഈ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് പറയാം 16 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അതായിരിക്കും യൂണിറ്റ് ഡിജിറ്റിലുള്ള ഇൻറ്റിജർ. അത് 6 ആണ്. 25നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 ആണ് വരിക. ഇനി 6 സ്ക്വയർ ആണെങ്കിൽ 36 ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 6 ആണ്. അതായത് 6 സ്ക്വയറിന്റെ അവസാനത്തെ ഡിജിറ്റ് 6 ആണ്. 7 സ്ക്വയർ ആണെങ്കിൽ 49, ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ് വരിക. 8 സ്ക്വയർ ആണെങ്കിൽ 64, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 9 സ്ക്വയർ ആണെങ്കിൽ 81, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഇത്തരത്തിൽ ഏതൊരു ഇൻറ്റിജറിനെയും നിങ്ങൾ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന ഇൻറ്റിജർ 0, 1, 4, 5, 6 or 9 ആയിരിക്കും. അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 7, 8. ഈ 2, 3, 7, 8 ലാസ്റ്റ് ഡിജിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റിജറും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കില്ല. ഈ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സിഗ്മ k equal to 1 to n k factorial എന്ന സമ്മ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം എന്നിന് ഏതെല്ലാം വാല്യൂസ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഈ സമ്മിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2, 3, 7, 8 അവസാനിക്കുന്നത് എന്ന് നോക്കാം. 2, 3, 7, 8 ഈ ഡിജിറ്റ് സമ്മ് അവസാനിക്കണമെങ്കിൽ അതൊന്നും തന്നെ സ്ക്വയർ നമ്പേഴ്സ് ആവില്ല. നമുക്ക് വേണ്ടത് എപ്പോഴാണ് സ്ക്വയർ ആവുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്വയർ ആവാത്തതെല്ലാം തന്നെ റൂൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വി കൺസിഡർ ദ കേസ് വെൻ ദിസ് n is greater than or equal to 5. അതായത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് ഈ സമ്മിൽ n ഇൻറ്റീജേഴ്സ് ആണ് സമ്മ് കാണുന്നത്. അതായത് k ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ എക്സെട്ര പ്ലസ് n ഫാക്ടോറിയൽ അതിൻ്റെ സമ്മാണ് ഈ എഴുതിയിട്ടുള്ളത്. ആ n എന്ന ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കറിയാം ഈ സമ്മ് നമ്മൾ എഴുതുന്ന സമയത്ത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് n ഫാക്ടോറിയൽ എന്നാണ് ഈ സമ്മിൻ്റെ അർത്ഥം. സിഗ്മ k equal to 1 to n k ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ സമ്മാണ്. ഇതിൽ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ വരെ എഴുതിയിട്ട് 5 ഫാക്ടോറിയലിന് ശേഷമുള്ള ഏത് ഇൻറ്റിജർ നിങ്ങൾ കൺസിഡർ ചെയ്താലും അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. കാരണം 5 ഫാക്ടോറിയൽ എന്നതിൽ തന്നെ 1 into 2 into 3 into 4 into 5 2 into 5 10 ഒരു ഫാക്ടറാണ്. സോ 5 ഫാക്ടോറിയലിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയലിൻ്റെ കൂടെ വീണ്ടും ഇൻറ്റു 6 ചെയ്യുന്നതാണ്. സോ ഇതിന് ശേഷമുള്ള ഏതൊരു ഇൻറ്റിജറിനെയും നിങ്ങൾ ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ സിഗ്മ k equal to 1 to n k ഫാക്ടോറിയൽ എന്ന സമ്മിൽ ഈ 4 ഫാക്ടോറിയലിന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും കോൺട്രിബ്യൂട്ട് ടു 0 മോഡ് 10 ആണ്. അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആയി മാറുന്ന നമ്പേഴ്സാണ്. സോ ഈ സമ്മിൽ നമുക്ക് ആകെ കൺസിഡർ ചെയ്യേണ്ടി വരാം 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ആണ്.
and that is equal to ഇതിനെല്ലാം കൂടെ സമ്മ് നമ്മളിവിടെ കാണാണ് 1 + 2 + 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്, അതായത് 6. 4 ഫാക്ടോറിയൽസ് 1 × 2 × 3 × 4 that is 24. ഇതിന്റെ സമ്മ് കണ്ടാൽ നമുക്ക് ലഭിക്കുക 33 എന്നാണ്. 33യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആണ്. അതുകൊണ്ട് we can say that S is congruent to 3 mod 10. സോ നമ്മളിവിടെ ഈ സമ്മിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് സം വിൽ ബി കോൺട്രുവന്റ് ടു 3 mod 10. അതായത് ആ സമ്മിലുള്ള അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും എന്നർത്ഥം. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ്. സോ ആ സമ്മിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു നമ്പർ അവസാനിക്കുന്നത് 3 എന്ന ഡിജിറ്റിലാണ് എങ്കിൽ ആ നമ്പർ ഒരിക്കലും ഒരു സ്ക്വയർ നമ്പർ ആവില്ല. അതുകൊണ്ട് if n is greater than or equal to 5, this sum never becomes a square. ഇനി ആകെ ബാക്കിയുള്ള കേസുകൾ ഏതൊക്കെല്ലാമാണ്? n = 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. അതിലുള്ള ഓരോ കേസായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് നോക്കാം. n 1 ആവുന്ന സമയത്ത് 1 ഫാക്ടോറിയൽ എന്ന് മാത്രമേ ആ സമ്മ് വരുള്ളൂ, ദാറ്റ്സ് ഈക്വൽ ടു 1. n 2 ആവുന്ന സമയത്ത് 1 ഫാക്ടോറിയൽ + 2 ഫാക്ടോറിയൽ, അത് 3 ആണ്. 3 ഒരു സ്ക്വയർ അല്ല, നമുക്കറിയാം. 1 ഒരു സ്ക്വയർ ആണ്. ഇനി n 3 ആവുന്ന സമയത്ത് ആ സമ്മ് വരുന്നത് 1 ഫാക്ടോറിയൽ + 2 ഫാക്ടോറിയൽ + 3 ഫാക്ടോറിയൽ, ഓൾ ടുഗദർ 9 എന്ന് ലഭിക്കും. ഇത് 6 ആണ്. 6 + 2 + 1 9 എന്ന് ലഭിക്കും. ഇറ്റ് ഈസ് എ സ്ക്വയർ. n 4 ആവുന്ന സമയത്ത് 33 എന്നാണ് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ. സോ ഈ സമ്മ് സ്ക്വയർ ആയി മാറുന്നത് ആകെ n ന് 1 കൊടുക്കുമ്പോഴും n ന് 3 കൊടുക്കുമ്പോഴും മാത്രമാണ്. സോ the only integers n when this sum becomes a square is n = 1 and n = 3. Remainder when 16⁻53 is divided by 7. That is, we have to find x such that 16⁻53 is congruent to x mod 7. When 16⁻53 is divided by 7, what will be the remainder? That is what we want to find. ആദ്യം നമ്മളിവിടെ ബേസ് ആയിട്ടുള്ള 16 എടുക്കുന്നു. 16 7 കൊണ്ട് ഹരിച്ചാൽ വാട്ട് വിൽ ബി ദ റിമൈൻഡർ? വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ 16 is divided by 7? By division algorithm, it is equal to 2. Because 7 × 2 is 14 and the remainder here is 2. So we may write 16 is congruent to 2 mod 7. ഇനി നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് A congruent to B mod n ആണെങ്കിൽ a raised to k is congruent to b raised to k mod n for any integer k. So here 16 is congruent to 2 mod 7. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 16⁻53 is congruent to 2⁻53 mod 7. Now it is enough to find x such that 2⁻53 is congruent to x mod 7. 16⁻53 ഉം 2⁻53 ഉം congruent to. We have another result that if A is congruent to B mod n and B is congruent to C mod n, then A will be congruent to C mod n. So actually 16⁻53 congruent to x mod 7 ആവുന്ന വിധത്തിലുള്ള x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പകരം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 2⁻53 congruent to x mod 7 ആവുന്ന രീതിയിലുള്ള x ഏതാണ് എന്ന് കാണുന്നു. And we will use this result. A, B congruent ആണ്. ഇവിടെ 16⁻53 ഉം 2⁻53 ഉം congruent ആണ്. ഇനി 2⁻53 congruent to C mod n ആവുന്ന വിധത്തിലുള്ള ഈ C കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we can find x such that 16⁻53 congruent to x mod 7. അതിനായി നമ്മൾ 2⁻53 കൺസിഡർ ചെയ്യുന്നു. 2⁻53യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരിട്ട് 2⁻53 കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു 2ന്റെ പവർ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 2³ നമ്മൾ എടുത്തു. 2³ = 8. 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണെന്നുള്ളത് നമുക്കറിയാം. സോ നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. 2³ is congruent to 1 mod 7 because 2³ is 8. 8 minus 1 is a multiple of 7. 53യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 17 ആണ്. 53 divided by 3 ചെയ്താൽ 17 times ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ വി മേ റൈറ്റ് 2⁻3 whole raised to 17 is congruent to 1⁻17 mod 7. നമ്മൾ 2ന്റെ പവർ 53ലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ 2⁻3 × 17 ചെയ്ത് കഴിഞ്ഞാൽ 51 ലഭിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് 2⁻3
51 is congruent to 1 mod 77 എന്ന് നമുക്ക് ലഭിച്ചു. നമുക്ക് വേണ്ടത് 2 raised to 53 ആണ്. 51 നിന്ന് 53 എത്തണമെങ്കിൽ ഒരു 2ന്റെ വ്യത്യാസം കൂടിയുണ്ട്. So we consider 2 raised to 2 which is congruent to 4 mod 7. Because 2 square is 4. 4 minus 4 ചെയ്താൽ 0 ലഭിക്കുന്നു. 0 can be considered as a multiple of 7. ഇവിടെ നമുക്ക് ലഭിക്കുന്ന റിമൈൻഡർ 7നേക്കാൾ ചെറുതായിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. So 2 square is 4 minus 4 is a multiple of 7. So we consider these two equations. Here it is of the form A congruent to B modian and C congruent to D modian. So it is A into B. A into C is congruent to B into D modian. So we may multiply these two inequalities and we may write 2 raised to 51 into 2 raised to 2 is congruent to 1 into 4 is 4 mod 7. That is 2 raised to 53 is congruent to 4 mod 7. And here it is 16 raised to 53 is congruent to 2 raised to 53 and 2 raised to 53 is congruent to 4 mod 7. Therefore we can conclude that 16 raised to 53 is congruent to 4 mod 7. Applying this result. If A congruent to B modian and B congruent to C modian, then A congruent to C modian. So here the remainder when 16 raised to 53 is divided by 7, the remainder is 4. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ തിയറത്തിൻ്റെ പ്രൂഫായിട്ട് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2 raised to 53 എന്നതിന് 2 raised to 3 into 17 plus 2 ഫോമിൽ എഴുതി നമ്മൾ 2 സ്റ്റെപ്പാക്കി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. Then into 2 square 2 raised plus 2 എന്ന് വന്ന് this is of the form 2 raised to x plus y 2 raised to x into 2 raised to y. So ഇതിന് 2 square എന്നതിനെ 4 എന്ന് മാറ്റി എഴുതി. ഇതിൽ 2 cube എന്ന് പറയുന്നത് congruent to 1 mod 7 ആണ്. So 2 ക്യൂബിന് പകരം ഇവിടെ 1 എഴുതുന്നു. So it is congruent to 1 raised to 17 into 4 mod 7. 1 raised to 17 is 1. So it is congruent to 4 mod 7. 3 raised to 247 is divided by 17. Here we start with 3 cube. 3 cube എന്ന് പറഞ്ഞാൽ അത് 27 ആണ്. 27ന് 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 10 ആയിരിക്കും. So we got the relation 3 cube is congruent to 10 mod 17. ഈ റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് 3 raised to 247ലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം റൈറ്റ് സൈഡിൽ ലഭിച്ചിരിക്കുന്നതും വലിയൊരു നമ്പറാണ്. സോ 10 raised to 247 എന്നായി മാറും റൈറ്റ് സൈഡിൽ. സോ അതും കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ നമ്പർ ചെറിയൊരു നമ്പറാക്കി മാറ്റുവാനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. ബോത്ത് സൈഡ്സ് നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഈ ഇനിക്വാളിറ്റി. സോ 3 raised to 3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 3 raised to 6. 3 raised to 3 raised to 2 എന്ന് പറഞ്ഞാൽ we have 3 raised to 3 into 2 that is 3 raised to 6 is congruent to 10 square is 100 mod 17. 3 raised to 6 congruent to 100 mod 17 ആയതുകൊണ്ട് ഇനി നമുക്ക് 100നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. 100നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആക്ച്വലി 5 times ആണ് ഡിവൈഡ് ചെയ്ത് പോവുക. റിമൈൻഡർ 15 ആണ് വരുന്നത്. സോ നമ്മൾ എഴുതേണ്ടി വരുന്ന റിലേഷൻ 100 ഈസ് കോൺട്രുവൻറ്റ് ടു 15 mod 17 എന്നാണ്. അതായത് ദിസ് കോൺട്രുവൻസ് ഇസ് കോൺട്രുവൻറ്റ് ടു 15 mod 17 എന്ന് എഴുതും. അപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിലെ നമ്പർ നമുക്ക് വലിയ നമ്പറായി മാറുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 100നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 15 ആണ്. പ്ലസ് ഒരു 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ 17 ഡിവൈഡ് ചെയ്ത് പോയേനെ. അതായത് 102 ആണ് നമ്പർ എങ്കിൽ ഡിവൈഡഡ് ബൈ 17 ചെയ്താൽ 6 times ഡിവൈഡ് ചെയ്ത് പോകും. സോ 102 എന്നത് 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം 100 ഈസ് കോൺട്രുവൻറ്റ് ടു -2 mod 17. കാരണം നമ്മൾ പഠിച്ച റിലേഷൻ പ്രകാരം A കോൺട്രുവൻറ്റ് ടു B മോഡിയൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് A minus B is a multiple of n ആണ് ആവേണ്ടത്. ഇവിടെ 100 minus -2 എന്ന് പറയുമ്പോൾ 100 plus 2 ആയിട്ട് മാറും. അതായത് 102 is a multiple of 17. So 100 congruent to 15 mod 17 എന്ന് എഴുതുന്ന പോലെ തന്നെ നമുക്ക് എഴുതാം 100 is congruent to -2 mod 17. 15 17ലേക്ക് എത്തുമെങ്കിൽ ഒരു 2 കൂടിയാണ് വേണ്ടത്. അതിന് ആ തരത്തിൽ അതിനെ ഓർത്ത് വയ്ക്കുക. It is 100 is congruent to -2 mod 17. So we write here 3 raised to 6 is congruent to 100 mod 17 which is congruent to -2 mod 17. 3 raised to 247ലേക്കാണ് എത്തിക്കേണ്ടത്. കഴിയുന്നത്ര ഹയർ പവറിലേക്ക് നമ്മളതിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിലിപ്പം -2 ആണുള്ളത്. -2ൻ്റെ സ്ക്വയർ കണ്ടാൽ അത് 4 ആണ്. 4ന് 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 തന്നെയാണ്.
Then minus 2 raised to 4 ആണെങ്കിൽ 16 എന്ന് ലഭിക്കും. 16നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 16 ആണെന്ന് പറയാം, അല്ലെങ്കിൽ -1 ആണെന്ന് പറയാം. 16 is congruent to 16 mod 17 ആണ്. And we may write 16 is congruent to -1 mod 17 also, because 16 minus -1 is 17. 17 is a multiple of 17. So here we consider 3 raised to 6 whole raised to 4. രണ്ട് സൈഡിലും നമ്മൾ 4th പവർ എടുക്കുന്നു. So 3 raised to 6 into 4 is 24, which is congruent to -2 raised to 4 mod 17. -2 raised to 4 ചെയ്താൽ 16 ആണ് ലഭിക്കുന്നത്. And 16 is congruent to -1 mod 17. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് -1 ലഭിച്ചതുകൊണ്ട് ഇനി ആൻസറിലേക്ക് എത്താൻ നമുക്ക് എളുപ്പമാണ്. കാരണം -1ൻ്റെ ഏത് പവർ എടുത്താലും ആൻസർ എന്താ വരിക എന്നുള്ളത് നമുക്കറിയാം. ഒന്നുകിൽ +1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. So here we have 3 raised to 24 is congruent to -1 mod 17. പക്ഷെ നമുക്ക് എത്തിച്ചേരേണ്ടത് 3 raised to 247ലാണ്. സോ 247നെ നമ്മൾ എത്ര പ്രാവശ്യം ഈ 24 ഡിവൈഡ് ചെയ്ത് പോകുന്നു നോക്കുന്നു. 24 10 ടൈംസ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ 240 ലഭിക്കും. റിമൈൻഡർ 7 ആയിരിക്കും. സോ വി മേ റൈറ്റ് ഇറ്റ് ആസ് 3 raised to 247 can be written as 3 raised to 24 into 10 plus 7. So here it is 3 raised to 24 into 10 plus 7. And 3 raised to 24 എന്താണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് this can be written as 3 raised to 24 raised to 10 into 3 raised to 7. So this expression is actually 3 raised to 24 into 10 into 3 raised to 7, and which may be written as 3 raised to 24 raised to 10 into 3 raised to 7. So that is written here 3 raised to 24 raised to 10 into 3 raised to 7 is written as 3 raised to 6 into 3 raised to 1. Because we know 3 raised to 6 is congruent to -2 mod 17. So substitute all this. 3 raised to 24 is congruent to -1 mod 17. So we write this expression is congruent to -1 raised to 10 into 3 raised to 6 is congruent to -2 mod 17. So we substitute here, it is -2 and into 3. -1 raised to 10 is +1, -2 into 3 is -6. So 3 raised to 247 is congruent to -6 mod 17, or it is congruent to 11 mod 17. നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ 3 raised to 247നോട് കൂടി +6 കൂടെ ചെയ്താൽ 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് മാറും. വേറെ ഭാഷയിൽ പറഞ്ഞാൽ 3 raised to 247നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുക 11 ആയിരിക്കും. അതായത് 17 minus 6, that is 11. അത് റിസൾട്ട് ഓർത്ത് വയ്ക്കാൻ എളുപ്പം. A congruent to B mod n ആണ് എങ്കിൽ A congruent to B plus n mod n ആയിരിക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. A congruent to B mod n ആണെങ്കിൽ A congruent to B plus n is -6 plus 17, that is 11. So use this relation and we may write 3 raised to 247 is congruent to 11 mod 17. Or when 3 raised to 247 is divided by 17, the remainder is 11.